ഇന്ന് നമുക്ക് കുട്ടികളിൽ ഉണ്ടാകുന്ന വിളർച്ച, അനീമിയ, രക്തക്കുറവ് എന്നൊക്കെ പറയുന്ന പ്രശ്നത്തെക്കുറിച്ച് നോക്കാം. എന്തൊക്കെയാണ് അതിന്റെ കാരണങ്ങൾ, അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് അത് പരിഹരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് പറയുന്ന വളരെ വിശദമായി പറയുന്ന ഒരു വീഡിയോ ആണ്. മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. കുട്ടികളിൽ ഉണ്ടാകുന്ന രക്തക്കുറവിന്റെ വളരെ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് അയൺ ഡെഫിഷ്യൻസി തന്നെയാണ്. ഭക്ഷണത്തിൽ ആവശ്യത്തിനുള്ള അയൺ അല്ലെങ്കിൽ ഇരുമ്പിന്റെ അളവ് കിട്ടാതിരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് ആവശ്യത്തിനുള്ള അയൺ കിട്ടിയാൽ തന്നെ അത് ശരിയായ രീതിയിൽ ആഗിരണം ചെയ്യാൻ പറ്റാതിരിക്കുക, ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത്. അതുപോലെ തന്നെ വിറ്റമിൻ B12, ഫോളിക് ആസിഡ്, വിറ്റമിൻ സി പോലുള്ള വൈറ്റമിൻസിന്റെ കുറവ് കൊണ്ടും ഈ ഒരു രക്തക്കുറവ് കുട്ടികൾക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. തലാസീമിയ, സിക്കിൾ സെൽ അനീമിയ പോലുള്ള ജനിതക രോഗങ്ങൾ കാരണവും കുട്ടികൾക്ക് ഈ ഒരു പ്രശ്നം വരാം. അതുപോലെ തന്നെ ചില ഇൻഫെക്ഷൻസ് കാരണവും കുട്ടികൾക്ക് രക്തക്കുറവ് വരാം. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാരണമാണ്, പലപ്പോഴും നമ്മൾ അവഗണിക്കുന്ന ഒരു കാരണമാണ് വിരശല്യം. കുട്ടികളിൽ ഉണ്ടാകുന്ന വിരശല്യം ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ഇനി ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുട്ടികൾ നല്ല ക്ഷീണം ഉണ്ടാവും, കുട്ടികൾക്ക് ഒരു ഉന്മേഷക്കുറവുണ്ടാവും, നല്ല തളർച്ച ഉണ്ടാകും, ഒന്നിനും ഒരു താല്പര്യമില്ലാത്ത അവസ്ഥ ഉണ്ടാവും. അതുപോലെ തന്നെ ശ്വാസതടസ്സം, ഹൃദയമിടിപ്പ് കൂടുക, തലവേദന, തലചുറ്റൽ, ശ്രദ്ധക്കുറവ്, വിശപ്പില്ലായ്മ, നഖം പൊട്ടിപ്പോവുക, ഇതൊക്കെ ഈ കുട്ടികളിൽ ഉണ്ടാകുന്ന രക്തക്കുറവിന്റെ വളരെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ്. ഇനി ഇത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് നോക്കാം. പ്രധാനമായിട്ടും അയൺ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക എന്നുള്ളതാണ്. ഇലക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, മുട്ട, ഇറച്ചി പോലുള്ള അയൺ കൂടുതലായിട്ട് അടങ്ങിയ ഭക്ഷണങ്ങൾ കുട്ടികളുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ വിറ്റമിൻ സി, വിറ്റമിൻ B12, ഫോളിക് ആസിഡ് തുടങ്ങിയ വിറ്റമിൻ അടങ്ങിയ ഭക്ഷണങ്ങളും കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. വിരശല്യമുള്ള കുട്ടികളാണെങ്കിൽ നിർബന്ധമായിട്ടും പെട്ടെന്ന് തന്നെ അതിനുള്ള പരിഹാരം കാണുക എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു പരിധി വരെ ഈ കുട്ടികളിൽ ഉണ്ടാകുന്ന രക്തക്കുറവ് നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഇതിന്റെ ലക്ഷണങ്ങൾ തുടർച്ചയായി കാണുകയാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും മറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. പുതിയ വിഷയമായി വീണ്ടും കാണാം. താങ്ക് യു.